പത്തനംതിട്ടയിലേക്ക് പോയാൽ അവിടെ മല്ലപ്പള്ളിയിൽ പള്ളി സെമിത്തേരിയിലെ കല്ലറയുടെ മുകളിൽ പാകിയ ഗ്രാനൈറ്റ് ഷീറ്റ് മോഷ്ടിച്ചിരിക്കുകയാണ്. മല്ലപ്പള്ളി മങ്കുഴിപ്പടി മാർത്തോമ പള്ളി സെമിത്തേരിയിലാണ് മോഷണം നടന്നത്. ഇടവക അധികൃതർ കീഴ്വായ്പൂർ പോലീസിൽ പരാതി നൽകി. പ്രവീൺ പുരുഷോത്തമനാണ് ചെയ്തത്. പ്രവീൺ, മോഷണം അങ്ങനെ ഇപ്പോൾ ഈ കല്ലറയിലേക്കും എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സംഭവിച്ചത്? വിനീത, ഇന്ന് രാവിലെയാണ് ഇടവക അംഗങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഒരു മോഷണം പെട്ടത്. അവിടെ കുടുംബക്കല്ലറയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഗ്രാനൈറ്റ് പാളിയാണ് കാണാതായത്. ഇന്നലെ രാത്രിയിലോ അല്ലെങ്കിൽ പുലർച്ചെയോ ഈ മോഷണം നടന്നതായാണ് ഒരു അനുമാനം വന്നിരിക്കുന്നത്. ഇടവക അധികൃതർ ഇപ്പോൾ കീഴ്വായ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കീഴ്വായ്പൂർ പോലീസ് സ്ഥലത്തേക്ക് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് വലിയ ഒരു ഗ്രാനൈറ്റ് പാളിയാണ്. നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കുടുംബക്കല്ലറയുടെ മുകളിൽ പാകിയിരുന്നതാണ്. ഇത് ഒരു വാഹനത്തിന്റെ സഹായമില്ലാതെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുക അസാധ്യമാണ്. ഈ റോഡിനോട് ചേർന്ന്, റോഡിന്റെ അരികിൽ തന്നെയാണ്, ഒരു വശത്താണ് ഈ സെമിത്തേരി ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഈ മോഷ്ടാക്കൾ അവിടെ എത്തിയതായിട്ടാണ് ഒരു പ്രാഥമിക നിഗമനമുള്ളത്. പക്ഷേ ഒരു പ്രതിബന്ധമുള്ളത്, ഈ സെമിത്തേരിയുടെ ആ ഭാഗത്ത് CCTV ക്യാമറകളുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ്. അത് അന്വേഷണത്തെ ചെറിയ തോതിൽ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും സമീപത്തുള്ള റോഡിൽ ആ ഭാഗത്ത് ഇന്നലെ രാത്രിയിലും പുലർച്ചെയുമായി പോയ വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. ഏതായാലും കേട്ടുകേഴ്വിയില്ലാത്ത ഒരു മോഷണമാണ് മല്ലപ്പള്ളിയിൽ നടന്നത്. ഈ സെമിത്തേരിയിൽ അവിടെ കുടുംബക്കല്ലറയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഗ്രാനൈറ്റ് അപ്പാടെ തന്നെ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഏതായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിനീത, എന്താലേ കള്ളന്മാർ അങ്ങനെ കല്ലറയിലും എത്തിയിരിക്കുന്നു. കല്ലറയ്ക്ക് മുകളിൽ പാകിയ ഗ്രാനൈറ്റ് ആണ് അത്രയും മോഷ്ടിച്ചത്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.